നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സച്ചി ഒരു കാര്യം തീരുമാനിച്ചു. സുധിയുടെ 30 ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ വിശ്വനാഥനെ കണ്ടെത്തണം. കാരണം അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ രവീന്ദ്രന് കിട്ടാനുള്ള പണമൊക്കെ കിട്ടുള്ളൂ. 30 ലക്ഷം രൂപയുണ്ടല്ലോ, അത്യാവശ്യത്തിന് ഇപ്പൊ ആ അച്ഛൻ ആ പണം കിട്ടുവാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണല്ലോ. അല്ലാതെ സുധിക്ക് എന്താണെങ്കിലും ആ ഷോപ്പ് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. രവീന്ദ്രനെ കൊണ്ടുപോയി ഷോപ്പില് മാനേജറാക്കാണ്ട് സച്ചി ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. രവീന്ദ്രനാണ് താല്പര്യമില്ലായിരുന്നു. കാരണം മകനല്ലേ, അപ്പൊ ആ ഒരു പരിഗണന രവീന്ദ്രന് കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ ചന്ദ്രമതി പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ആ പണം ഉണ്ടാക്കി രവിയേട്ടന് കൊടുക്കാൻ നോക്കാൻ പറഞ്ഞു. അയാള് നിങ്ങളുടെ പണം മോഷ്ടിച്ചോണ്ട് പോയില്ലേ, അയാളെ കണ്ടെത്തി ആ പണം എങ്ങനെയാലും വാങ്ങാനൊക്കെ നോക്കാൻ പറഞ്ഞു. സുധി എവിടെ പോയി അന്വേഷിക്കാനായിട്ടാ. പക്ഷെ സച്ചി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവില് സച്ചിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി ഈ പറയുന്ന വിശ്വനാഥനെ കുറിച്ചുള്ള. അങ്ങനെ രേവതിയോട് വന്ന് സച്ചി ആ കാര്യങ്ങളൊക്കെ പറയണേ. രേവതി, ഈ പറയുന്ന വിശ്വനാഥന്റെ അടുത്ത് ഒരു സീരിയൽ നടൻ വരുമായിരുന്നു. അപ്പൊ അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, അയാൾ ഇന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. രേവതിക്ക് ഒരു അന്താളിപ്പെടുന്നു. ഞാൻ പോയി കാണാനാ? അതെ, ആ സീരിയൽ നടന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നീ പൂവൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതല്ലേ, അപ്പൊ നീ ആ പൂ കൊടുക്കാനെന്നും പറഞ്ഞിട്ട് അങ്ങ് ചെന്നാ മതി. അങ്ങനെ അയാളുമായിട്ട് ഒരു പരിചയം സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഈ പറയുന്ന വിശ്വനാഥനും അയാളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. 30 ലക്ഷം രൂപ കണ്ടെത്താനായിട്ട് അതാണ് ഒരു മാർഗം എന്നൊക്കെ പറഞ്ഞു. രേവതിക്കൊരു ഭയം ഉണ്ടായിരുന്നു. എന്നാലും രേവതി സമ്മതിച്ചു. ആ സമയത്ത് ഹേമ ആ സീരിയൽ നടന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അയാളുടെ പെങ്ങടെ കല്യാണമായിരുന്നു. അപ്പൊ പെങ്ങടെ കല്യാണത്തിന് മണ്ഡപം കാര്യങ്ങളൊക്കെ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹേമ ആ ഓർഡർ പിടിക്കാൻ വേണ്ടി വന്നാണ്. പിന്നീട് അയാളുമായിട്ട് സംസാരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അതെ, ഞാനല്ല ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. മണ്ഡപം കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നുള്ള എന്റെ പെങ്ങളുടെ തീരുമാനമാണ്, അവളുടെ ഇഷ്ടത്തിന് അനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഹേമ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല സാറേ, സാറിന്റെ പെങ്ങൾ പറയുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ പൈസയുടെ കാര്യം മാത്രം കുറച്ച് കൂടുന്നുള്ളൂ. പൈസ ഒന്നും എനിക്ക് പ്രശ്നമല്ല, എത്ര രൂപ വേണമെങ്കിലും തരാം. പക്ഷെ എങ്കില് എന്റെ പെങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹേമ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഹേമ ഇങ്ങനെ നോക്കി. പിന്നീട് രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും ഹേമയ്ക്ക് ടെൻഷനായി. ഇനിയിപ്പം ഈ കല്യാണമെന്ന് അറിഞ്ഞിട്ട് ഇവള് വന്നാണോന്ന്. രേവതി എന്ത് ചെയ്തു, പോയി അയാളെ കാണുവാണ്. അയാളെ കണ്ടിട്ട് കാര്യങ്ങൾ പറയണം. സാറേ, ഞാനിവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പൂ കൊടുക്കുന്ന ഒരുമാതിരി എല്ലാ വീട്ടിലും പൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ സാറിന് പൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിൽ കൊണ്ട് തന്നോളാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നാളെ മുതൽ കൊണ്ടുവരാൻ പറഞ്ഞു. രേവതി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഹേമ രേവതിയോട് ചൂടാവുകയാണ്. എനിക്കറിയാടി നീ ഇവിടെ വരൂന്ന്. എടി, ഇവിടെ കല്യാണം പറഞ്ഞിട്ട് നീ വന്നാലടി ആ ഓർഡർ തട്ടിയെടുക്കാനായിട്ട്. രേവതി കണ്ണും മായും പൊളിച്ചു. രേവതി അപ്പോഴാണ് സത്യത്തിൽ അവിടെ ഒരു കല്യാണം ഉണ്ടെന്ന് പോലും അറിയണേ. രേവതിക്ക് സന്തോഷമായി. രേവതി വന്നവിടെ തന്നെ തിരിച്ച് വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ഹേമ ഞെട്ടിപ്പോയി. പിന്നീട് രേവതി അകത്ത് പോയി സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി വരുവാണ്. ഹേമ ചോദിച്ചു, സത്യം പറയടി, നീ എന്തിനാ പോയെന്ന് ചോദിച്ചു. അത് ചേച്ചി പറയുന്നോടം വരെ എനിക്ക് അവരുടെ വീട്ടിലെ കല്യാണത്തൊക്കെ കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പൂ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വന്നാ. പക്ഷെ എങ്കില് ഇപ്പൊ എനിക്ക് സമാധാനമായി. ചേച്ചി കാരണം മിക്കവാറും എനിക്ക് ആ ഓർഡർ കിട്ടുമെന്ന് പറഞ്ഞു. ഹേമയ്ക്ക് മുഖത്തടിയേറ്റോലെ ഇപ്പൊ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഹേമ. പിന്നീട് രേവതി സച്ചിയുടെ അടുത്തേക്ക് വരണം. അപ്പൊ സച്ചി ഫ്രണ്ട്സും കൂടെ പുതിയൊരു ബിസിനസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സും കൂടെ ഉണ്ടെങ്കിലോ കാര്യമുള്ളെന്ന് സച്ചി പറഞ്ഞു. അപ്പോഴേക്ക് ഫ്രണ്ട്സ് പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം, ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലോ, എങ്ങനെയുണ്ട്? അത് നല്ല കാര്യമില്ലെന്ന് ചോദിച്ചു. അത് ശരിയാ. അപ്പോഴാണ് രേവതിയുടെ വരവ്. അപ്പൊ രേവതിയുമായിട്ട് ഈ കാര്യം സച്ചി സംസാരിക്കുന്നുണ്ട്. രേവതിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അത് നല്ലൊരു കാര്യം സച്ചിയേട്ടാ, ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം ആവുമല്ലോ എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് സച്ചിയെ സപ്പോർട്ട് ചെയ്യുവാണ്. അപ്പൊ സച്ചി അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തു. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണം തന്നെ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പായിരുന്നു ശ്രുതിയോടും ഒക്കെ. കാരണം ഇതുവരെയായിട്ടും പൈസ കൊടുത്തിട്ടില്ല. ശ്രുതിയോട് 1-2 വട്ടം പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൈസ തരാൻ പറ. കാരണം നിന്റെ അച്ഛൻ മലേഷ്യക്കാനല്ലേ, കോടീശനല്ലേ. പക്ഷെ എവിടുന്ന് ശ്രുതി എടുത്തിട്ട് കൊടുക്കാനാ? അതിന് കൊടുക്കാനായിട്ട് ശ്രുതിയുടെ കയ്യിലും വല്ലതും വേണ്ടേ? അച്ഛൻ മലേഷ്യയിലാണെങ്കിലല്ലേ ഉള്ളൂ. പക്ഷെ ചന്ദ്രമതി വിടാൻ ഭാവിച്ചില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ശ്രുതിയോട് ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. രേവതിയോട് ദേഷ്യപ്പെടുന്ന പോലെ തന്നെ ശ്രുതിയോട് ദേഷ്യപ്പെടും. ശ്രുതിക്കൊന്നും പറയാൻ പറ്റില്ല തിരിച്ച്. കാരണം ശ്രുതിക്കറിയാം താൻ ആ പണം കൊടുക്കുന്നിടത്തോളം കാലം തന്റെ അമ്മായിമ്മ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം.
പിന്നീട് രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അവര് പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചോണ്ടാ വരുന്നേ. ചന്ദ്രമതിക്ക് വല്ലാത്തൊരടി തന്നെയായിരുന്നു. കാരണം രേവതി അന്ന് രാവിലെ പോയതാണ്, ആഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രമതി ആണെങ്കിൽ രേവതി വന്നിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ സച്ചി രേവതിയും കൂടെ ആഹാരം പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്നു. അവർക്ക് കഴിക്കാനുള്ളത് മേടിച്ചോണ്ട് വരുവാണ്. കാരണം ഇനി വീട്ടിൽ പോയി ഉണ്ടാക്കേണ്ടത് സച്ചിയാണ് പറഞ്ഞത്. ചന്ദ്രമതി വിശന്നിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ശ്രുതിയും കൂടെ വരുന്നേ. അപ്പൊ അവര് ആഹാരം മേടിച്ച് നിറഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. അല്ലേലും നീയൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ, എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണത്തില്ല, ആഹാരം ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു എന്തിനാ ഉണ്ടാക്കി തരുന്നേ, അമ്മയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ പാടില്ലായിരുന്നു ചോദിച്ചു. ശ്രുതി പറഞ്ഞു എനിക്കും വിശക്കുന്നുണ്ട്, എനിക്കും വേണം കഴിക്കാന്നൊക്കെ പറഞ്ഞു. നീ നിന്റെ പെണ്ണും പിള്ളയോട് പോയി പറയടാ, നിന്റെ ഭാര്യ ഇവിടെ നിൽക്കുന്നില്ലേ, അവളോട് പറഞ്ഞാ എന്നാ കുഴപ്പം, എന്റെ ഭാര്യ ഉണ്ടാക്കി തരണം എന്നെ നിർബന്ധം എന്താന്ന് ചോദിച്ചു. വലിയൊരു അടി തന്നെയായിരുന്നു അത് ശ്രുതിക്ക്. അതുപോലെ തന്നെ ചന്ദ്രമതിക്കും. ചന്ദ്രമതി ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് ചന്ദ്രേ, ഉണ്ടാക്കി കഴിക്ക്, അല്ലെങ്കിൽ ശ്രുതിയോട് ഉണ്ടാക്കി തരാൻ പറ. സച്ചു പറഞ്ഞു അത് ശരിയാ, അമ്മയ്ക്ക് ഒരു മരുമോള് മാത്രമല്ലല്ലോ ഉള്ളേ, അമ്മയ്ക്ക് വേറെ ഉണ്ടല്ലോ മരുമക്കള്, അതുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. ശ്രീകാന്തും വർഷയും കൂടെ വന്നു. അപ്പൊ അവർക്കും വേണമല്ലോ ആഹാരം. അപ്പൊ ചന്ദ്രമതി പറഞ്ഞു ദേ ഇവർക്കും വേണം, ഉണ്ടാക്കി തരാൻ രേവതിയോട് പറഞ്ഞു. വർഷ പറഞ്ഞു അതെ എനിക്കും വേണ്ട, ശ്രീകാന്തിനും വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു, ഇവര് മേടിക്കുന്ന സമയത്ത് ഞങ്ങളോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അടി കിട്ടി വിലയെ പോയി ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒക്കെ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒടുവില് ശ്രുതി അടുക്കളയില് ആഹാരം ഉണ്ടാക്കാനായിട്ട് ചെല്ലുവാണ്. വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ പോയി ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയാണ് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്ന പോലും ഇല്ല. അത് പ്രോപ്പറായിട്ട് ആയിരുന്നില്ല ശ്രുതി ചെയ്യുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വർഷ അങ്ങോട്ട് വന്നു. വർഷ എത്തും നോക്കുവാണ്. വർഷ കളിയാക്കുകയും ചെയ്തു, ഇതെന്താ കൊത്തു പൊറോട്ട പോലെ ഉണ്ടല്ലോ, കാരണം മറിച്ചിടുമ്പോ എല്ലാം പൊടിഞ്ഞൊക്കെ പോവാണ്, ഇതെന്താ ശ്രുതി ചേച്ചി ഇങ്ങനെയെന്നൊക്കെ. പോരെ പൊടി പൂരം. അല്ലെങ്കിൽ തന്നെ ശ്രുതിക്ക് ദേഷ്യമായിരുന്നു. വർഷ ഇങ്ങനെയും കൂടെ പറഞ്ഞ് കളയാക്കിയപ്പോ സങ്കടവും ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കുമാണ് രേവതി വരുന്നേ. രേവതി പിന്നീട് ശ്രുതിയോട് പറഞ്ഞു ശ്രുതി ഇങ്ങനെയല്ല ദോശ ഉണ്ടാക്കുന്നേ, ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് കല്ലയിൽ ഇച്ചിരി എണ്ണ തൂക്കണം, അത് മാത്രമല്ല തീ കുറച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ തീ കൂടി പോയിട്ടുണ്ടെങ്കിലും ദോശ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഒടുവില് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേനും വിശന്നിട്ട് ചന്ദ്രമതിയും ശ്രുതിയും കൂടെ അവിടെ നിന്ന് ദോശ കൊണ്ടുപോകാന്നും പറഞ്ഞുകൊണ്ട് അലറുവാണ്. വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല ശ്രുതിക്ക്. ശ്രുതി പെട്ടെന്ന് തന്നെ ചമ്മന്തിയൊക്കെ അരച്ച് ദോശ ഉണ്ടാക്കി കൊടുക്കുക. വായി വെച്ച് തിന്നാൻ കൊള്ളില്ലാത്തൊരു ചമ്മന്തിയായിരുന്നു. എരിവ് കാരണം വായിലേക്ക് വെക്കത്തില്ല. ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ ടെട്ടിന്റെ പണി കിട്ടി. അന്നത്തെ ദിവസം മുഴുവനും പട്ടിണിയാണ്ട് വന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള ദോശം ചമ്മന്തി ആയിരുന്നില്ലോ അത്. പിന്നീട് ശ്രുതി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് രേവതി ആ കാര്യം ശ്രുതിയോട് പറയുന്നത്. ശ്രുതിക്ക് ആന്റണി അറിയാവുന്ന ചോദിച്ചു. ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി. എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. അല്ല ആന്റണിയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ ശ്രുതി പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വർഷ ചോദിച്ചു അങ്ങനെയുണ്ടോന്ന് ചോദിച്ചു. അതെ. അല്ല ഇത് ആരാ പറഞ്ഞെന്ന് പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിച്ചു. ശരത്താ പറഞ്ഞേ. ശരത്ത് കുറച്ചാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ ശരത്താ പറഞ്ഞെന്ന് പറഞ്ഞു. ശ്രുതിക്കാണെങ്കിൽ ഇടി കിട്ടിയ പോലെ ആയിപ്പോയി. ശ്രുതി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ശ്രുതി ഒന്ന് വേർക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വർഷയ്ക്കും രേവതിക്കും ഒരു സംശയമൊക്കെ തോന്നി ശ്രുതിയുടെ കാര്യത്തില്. പിന്നീട് എന്താന്ന് ചോദിച്ചപ്പോ ശ്രുതി പറഞ്ഞു ഭയങ്കര ചൂടാ, അതുകൊണ്ട് എന്നെ വേർക്കണേന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല കാര്യം എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലായി. ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്. പിന്നീട് രേവതി ഉപദേശിക്കുകയും ചെയ്തു. അയാളുടെ കയ്യിൽ നിന്നൊക്കെ പണം പലിശയ്ക്ക് മേടിച്ച് സൂക്ഷിച്ചു വേണം, കാരണം അവൻ അത്തരക്കാരനാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ചിലപ്പം ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ശ്രുതിക്ക് പേടിയായിപ്പോയി. ദൈവമേ ഇവിടം വരെ എത്തി കാര്യങ്ങൾ തന്നെ കുറിച്ചുള്ള സത്യങ്ങൾ കണ്ടെത്തുവോ എന്നുള്ളൊരു പേടിയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. പിന്നീട് സച്ചി ഈ കാര്യത്തെക്കുറിച്ച് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു ആഹാ അങ്ങനെയാണോ നമുക്ക് ശ്രുതിയേട്ടനോടൊന്ന് പറയണമല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് ശ്രുതിയോട് ഈ കാര്യത്തെക്കുറിച്ച് പോയി ശ്രീകാന്ത് സംസാരിക്കുന്നുണ്ട്. ശ്രുതിയേട്ടാ എന്തിനാ ശ്രുതിയെടുത്ത് ആന്റണിയിൽ നിന്ന് പണമൊക്കെ പലിശയ്ക്ക് വാങ്ങണമെന്ന് ചോദിച്ചു. ശ്രുതി അമ്പരന്ന് പോയി. ശ്രുതി ചോദിച്ചു പണം പലിശയ്ക്ക് വാങ്ങാനോ? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ധാരാ പറഞ്ഞെന്ന് ചോദിച്ചു. സച്ചേട്ടനാന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, എടാ പോയി തലയിടാതെ സൂക്ഷിക്കാൻ പറയണം നിന്റെ ഭാര്യയോട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തലയൂരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഞങ്ങൾക്കൊന്നുമില്ല, നിന്റെ ഭാര്യ പണം കടം മേടിക്കോ പലിശയ്ക്ക് മേടിക്കോ എന്ത് ചെയ്താലും. ആന്റണിയെ കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞൊരു ഉപദേശവും കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട പതി കേൾക്കാത്ത പതി. ശ്രുതി എന്ത് ചെയ്തു? ശ്രുതിയോട് വന്ന് ചോദിക്കുകയാണ്. ശ്രുതി പിടിച്ചു കേൾക്കാൻ വേണ്ടി കള്ളത്തരം പറയാണ്. അവര് വെറുതെ കള്ളത്തരം പറയുന്ന നമ്മളെ രണ്ടുപേരും തെറ്റിക്കാനായിട്ട്. ഇത് ശ്രുതി വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്ന അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആ രേവതിക്ക് സച്ചിക്കും.
അതുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ശ്രുതി പറഞ്ഞൊരു കാര്യം ചെയ്യണം, നീ ആരോടെങ്കിലും പൈസ പലിശയ്ക്ക് മേടിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ മുന്നിൽ നാണം കിട്ടു പോകുന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രുതിക്ക് നല്ല പേടിയായി. ദൈവമേ, ഇപ്പൊ ശ്രുതി വരെ അറിഞ്ഞ കാര്യങ്ങൾ, ഇനിയിപ്പം ആന്റണി പൈസ ചോദിച്ചോണ്ട് അങ്ങനെ ഇങ്ങോട്ടേ വന്നിട്ടുണ്ട്, തന്റെ കള്ളത്തരങ്ങൾ പൊളിയൂല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് ഒരു ദിവസം പൂ കൊടുക്കാണ്ട് രേവതി ആ സീരിയൽ നടന്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേനും സച്ചിയും കൂടെ പോയി. അങ്ങനെ സച്ചിയെ പരിചയപ്പെടുത്തുന്നുണ്ട് രേവതി. പിന്നീട് അങ്ങനെ സംസാരിക്കണ സമയത്ത് സച്ചി വിശ്വനാഥന്റെ കാര്യം എടുത്തിട്ട്, സാറിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് കണ്ട വീടിനെ കുറിച്ചെല്ലാം പറയണം. ഒരു ദിവസം ഞാൻ അവിടെ ഒരു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു ആ വിശ്വനാഥ് സാറിന്റെ വീടിന്റെ, അപ്പൊ സാറിനെ കണ്ടാന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അയാൾ പറഞ്ഞു, അയാളുമായിട്ട് എനിക്ക് അത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെങ്കിൽ അയാൾക്കൊരു സിനിമ പിടിക്കാൻ ആഗ്രഹമുണ്ട്, അതിനകത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 1-2 വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട്. പിന്നെ അയാളൊരു ഫ്രോഡാന്നുള്ള കാര്യം പറഞ്ഞ് അയാളുടെ വീട് വിൽക്കാനായിട്ട് ആരെങ്കിലും കണ്ടെത്തി തരാമെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ വീടിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മറ്റൊരാളുടെയാണ്, ഇയാൾ ഫ്രോഡാന്നുള്ള കാര്യം പറഞ്ഞ് അയാൾ ഇനിയിപ്പോൾ ആ വീട് ആർക്കെങ്കിലും വിറ്റോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ചേട്ടനാണ് അത് വാങ്ങിക്കാനുള്ള അഡ്വാൻസ് കൊടുത്തേ, അങ്ങനെ എൻ്റെ ചേട്ടൻ പെട്ടിരിക്കുകയാണ്, 30 ലക്ഷം അടിച്ചുകൊണ്ട് അയാൾ പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾക്ക് ഭയങ്കര ടെൻഷനായി. അയാൾ പറഞ്ഞു, എന്നാലും നിങ്ങളുടെ ചേട്ടൻ ഇത്ര ബുദ്ധിയില്ലാത്തവനായി പോയല്ലോ. അല്ല സാറേ, അയാളെക്കുറിച്ച് വല്ല വിവരമുണ്ടോ, അയാൾ എവിടെ താമസിക്കണമെന്ന് അറിയാമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അയാളുടെ വീട് നേരത്തെ അയാൾ താമസിച്ചിരുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. സച്ചിക്കും രേവതിക്ക് അങ്ങനെ ഒരു ക്ലൂ കിട്ടി. പിന്നീട് സച്ചിൻ രേവതി ഇതിനെക്കുറിച്ച് വീട്ടിൽ വന്ന് പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, അങ്ങനെയാണെങ്കിൽ അവനെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ലെന്ന് ചോദിച്ചു. കണ്ടെത്താൻ പറ്റും, പക്ഷെ പണം തിരിച്ചു കിട്ടുമോന്ന് അറിയത്തില്ല, ഇത്ര ദിവസം ആയതുകൊണ്ട് ചിലപ്പം പണം നഷ്ടപ്പെട്ടു പോവായിരിക്കും എന്ന് പറഞ്ഞു. ചന്ദ്രമതി തിരിച്ച് നഷ്ടപ്പെട്ടു പോകാൻ എങ്ങോട്ട്, ഇത്രയും ദിവസം അവര് കൈ പണം വെച്ചോണ്ടിരിക്കില്ല, അവര് ചെലവാക്കി കാണും. ദൂരത്തടിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ പണം ചെലവാക്കണം. ഇനിയിപ്പം അവരെ കുറ്റക്കാരെന്ന് കണ്ട് കോടതി ശിക്ഷിച്ചാലും അവര് കുറച്ചുനാൾ പോയി ശിക്ഷ അനുഭവിക്കത്തില്ലുള്ളൂ, പണം പെട്ടെന്ന് തിരിച്ചു കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പൊ ആ പണം പോയോ തന്റെ മോന്റെ എന്നൊരു ചിന്തയായിരുന്നു. ഒടുവില് സച്ചിയോട് സാരമില്ല, അതെങ്ങനെയും കണ്ടെത്തി തരാൻ പറ്റുമോ നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി വലിയ ആള് കളിച്ചു. ശ്രുതി വലിയ വീമ്പുവർത്താനം പറഞ്ഞു, അത് വേണ്ട, ഇത് ഞാൻ കണ്ടെത്തിക്കോളാം, നിങ്ങളുടെ ആളുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞു. കാരണം ആ പണം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ രവീന്ദ്രന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പം നിങ്ങൾ പണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കള്ളത്തരം പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് പക്ഷെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറഞ്ഞു, ഞങ്ങൾ തന്നെ അത് കണ്ടെത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ആയിക്കോളാനായിട്ട് സച്ചിൻ രേവതി പറഞ്ഞു. ശ്രുതിയുടെ മനസ്സിൽ അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതെങ്ങനെ കണ്ടെത്തണം എന്നുള്ള. ആന്റണിയോട് പറയുവാണെങ്കിൽ ആന്റണി ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. പിന്നീട് മറ്റൊരു ദിവസം രേവതി പൂ കൊടുക്കാനായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഹേമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹേമ വന്ന് ഓർഡറിനെ കുറിച്ചൊക്കെ ചോദിക്കാണ്, കാരണം കല്യാണ മണ്ഡപം അലങ്കരിക്കാനായിട്ട്. അപ്പോഴേക്കും ആ നടൻ പറഞ്ഞു, അതെ, ഇവരും വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, മണ്ഡപം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുക, പിന്നെ അതിന്റെ പുറത്തെ ഡെക്കറേഷന്, അതായത് വെൽക്കം ബോർഡ്, പിന്നെ കാറ് കാര്യങ്ങൾ, അതൊക്കെ രേവതി ഡെക്കറേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഹേമയ്ക്ക്. അത് മാത്രമല്ല വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അത് രേവതി മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ ഹേമ പറഞ്ഞു, അല്ല മൊത്തത്തിൽ എനിക്ക് തന്നൂടെ, ഞാൻ ചെയ്താൽ പോരെന്നൊക്കെ ചോദിച്ചു. അത് വേണ്ട, ഇവരും എന്നോട് ഓർഡർ ചോദിച്ചോണ്ട് വന്നല്ലേ, അപ്പൊ ഇവർക്കും കൊടുക്കണ്ടേ, അല്ല മണ്ഡപം ഡെക്കറേറ്റ് നിങ്ങൾ ചെയ്തോ, വലിയ ഓർഡർ നിങ്ങൾക്ക് തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഹേമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഹേമ രേവതിയെ വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷെ രേവതി ആ വെല്ലുവിളി ഏറ്റെടുത്തു. എന്തു വന്നാലും ഇനി പിന്നോട്ടില്ല എന്നൊരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിൽ. ഈ സമയത്ത് ആന്റണിയെ കാണാനായിട്ട് ശ്രുതിയും മീരയും കൂടെ വന്നു. പിന്നീട് ആ 30 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് വിശ്വനാഥനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, കണ്ടെത്തി തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, 60,000 രൂപയെങ്കിലും തരേണ്ട വരുമെന്ന് പറഞ്ഞു. അതൊക്കെ തന്നോളാം, പക്ഷെ അയാളെ കണ്ടെത്തി കൊണ്ടുവരണം. 30 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയേക്കെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ അവർ ആ കാര്യത്തിൽ സമ്മതിക്കുവാണ്. ഈ സമയം സച്ചിക്കൊരു ഓട്ടം വന്നു. ഒരു 3 ദിവസത്തെ പാക്കേജാണ്, 2 ഗസ്റ്റുകളുണ്ട്. അപ്പൊ അവരെ അവിടെ എല്ലാം ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം, കുറെ സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്. അപ്പൊ ആ പ്രദേശങ്ങളും സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കണം. സച്ചി സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ ഓട്ടം പോവാണ്. അപ്പൊ ഇത്തിരി പ്രായമുള്ളൊരു അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു. അങ്ങനെ സച്ചി അവിടെ ഓട്ടം പോകുന്ന സമയത്ത് അവരെ പരിചയപ്പെടുന്ന സമയത്ത് അവരോട്, ഞങ്ങൾ മലേഷ്യയിലാണ്, ഞാൻ കുഞ്ഞുനാളിലെ മുതൽ അവിടെയായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെയായിരുന്നു, പിന്നെ ഇവിടെ ഞാൻ കുറെ ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരും, വന്നിട്ട് ഇവിടെയൊക്കെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്ന. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ 60ാമത്തെ പിറന്നാളാണ്, അപ്പൊ അതിനു വേണ്ടിയിട്ട് വന്നിരിക്കുന്ന
അപ്പൊ കുറെ ക്ഷേത്രങ്ങളിലൊക്കെ പോണമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞാണോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. കുറെ ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞു. പിന്നെ രേവതിയുടെ അമ്മ പൂവെട്ടുന്ന ആ ക്ഷേത്രം ഉണ്ടല്ലോ, അതൊരു വലിയ ക്ഷേത്രമാണ് അവിടുത്തെ. അപ്പൊ ആ ക്ഷേത്രത്തിന്റെയും പേര് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, ആദ്യം അവിടെ പോവാന്ന് പറഞ്ഞു. അവിടെ പോയി കുറച്ച് പൂജകളൊക്കെ നടത്താണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞാണോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എവിടെയുണ്ട്, ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞ് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ പറയാന്ന് പറഞ്ഞു. സച്ചി അപ്പൊ തന്നെ ലക്ഷ്മി അമ്മേനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. ഇന്ന പൂജകളൊക്കെ നടത്തണമെന്ന്. രേവതിയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. അങ്ങനെ രേവതിയോട് ലക്ഷ്മിയമ്മ കാര്യങ്ങൾ പറഞ്ഞു. രേവതി പോയി തിരുമേനോട് പൂജയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗസ്റ്റുകളെയും കൂട്ടിക്കിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നു സച്ചി. അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. നല്ല ഇടപെടലായിരുന്നു ലക്ഷ്മി അമ്മയുടെയൊക്കെ. അങ്ങനെ അവര് പൂജയ്ക്കും കാര്യത്തിനായിട്ട് അകത്തേക്ക് പോയി. ഈ സമയത്ത് സച്ചി പറഞ്ഞു, നല്ല ഗസ്റ്റുകളാ, എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു. 2 പ്രായമായ ആൾക്കാരല്ലേ, നമുക്ക് അവർക്ക് വേണ്ടി ഒരു വിരുന്ന് കൊടുത്താല, അവരുടെ 60ാം പിറന്നാളൊക്കെ അല്ലേ എന്ന് ചോദിച്ചു. അത് ശരിയാന്ന് രേവതിക്കും തോന്നുന്നുണ്ട്. പക്ഷെ എങ്ങനെ, തന്റെ അമ്മായിമ്മ അറിഞ്ഞ പ്രശ്നമാണ്. സച്ചി പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം, നീ ഒരു സദ്യ തന്നെ ഒരുക്കോളാൻ പറഞ്ഞിന്ന്. ഉച്ചയ്ക്ക് നമുക്ക് വീട്ടിൽ നിന്ന് അവർക്ക് സദ്യ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി വീട്ടിലേക്ക് വന്നു. രേവതി സദ്യ ഒരുക്കാൻ തുടങ്ങാണ്. അപ്പോഴേക്കും വർഷയും കൂടെ അങ്ങോട്ട് വന്നു. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. പിന്നെ ഹോട്ടൽ നടത്തുന്ന പോലും കണ്ടവരെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റി സദ്യ കൊടുക്കാഞ്ഞിട്ട് കുഴപ്പമുള്ളെന്നൊക്കെ പറഞ്ഞു. കുറെ സമയം കഴിഞ്ഞപ്പോ സച്ചി അവരെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നേ. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ അവരെ സ്വീകരിച്ചു. രവീന്ദ്രൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അവര് പരിചയപ്പെടുവാണ്. ചന്ദ്രമതി വലിയ മൈൻഡൊന്നും കൊടുക്കാതെയാണ് ഇരുന്നേ. സച്ചിയെ പുകഴ്ത്തി പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു മോനെ കിട്ടി നിങ്ങൾ പുണ്യം ചെയ്തവരാ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എത്ര നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെയാ. ചന്ദ്രമതി കുട്ടവും കൂടെ സൂചിച്ചില്ല സച്ചിയെ പുകഴ്ത്തി പറയണത്. പിന്നീട് അവരെ പരിചയപ്പെടുന്ന സമയത്താണ് അവരാ കാര്യം പറഞ്ഞ, ഞങ്ങൾ മലേഷ്യയിലാന്ന് പറഞ്ഞ്. മലേഷ്യ എന്ന് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതി ഒന്നും ഞെട്ടി. മലേഷ്യക്കാരാണോ ഇവര്? അങ്ങനെയാണെങ്കിൽ തന്റെ മരുമകളുടെ വീട് അവിടെയാണല്ലോ, ഇവർക്ക് അറിയായിരിക്കുമല്ലോ എന്നൊരു ചിന്ത വന്നു. അകത്ത് ശ്രുതി ഉണ്ടായിരുന്നു. ശ്രുതി ഈ കാര്യങ്ങൾ കേൾക്കുവാണ്. ശ്രുതിക്ക് മനസ്സിലായി തന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായെന്ന്. എന്ത് ചെയ്യണമെന്ന് പോലും ശ്രുതിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീട് ചന്ദ്രമതി മലേഷ്യയിൽ എവിടെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പത്തിനും അവരെ സ്ഥലപ്പേര് പറയണം. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, എന്റെ മരുമോളുടെ അച്ഛനെ ഭയങ്കര കോടീശ്വരൻ, അവിടുത്തെ മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാന്നൊക്കെ പറഞ്ഞു. അത് എവിടെയാന്നൊക്കെ ചോദിച്ചോ പറഞ്ഞു. അല്ല, അവിടെ 2 വലിയ കെട്ടിടങ്ങളുണ്ടല്ലോ, അവിടെയാന്ന് പറഞ്ഞു. ഓ മനസ്സിലായി, ആ വലിയ ബിസിനസ്സുകാരനല്ലേ, പേരെന്താന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അവിടെയുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാരെയൊക്കെ അറിയാം, കാരണം ഇവരും വലിയ ടീംസ് ആണ്, അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഹോട്ടൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രുതിയടുത്തിന്റെ അച്ഛനെന്ന് പറഞ്ഞു. ചന്ദ്രമതി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം, എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്തായാലെന്നൊക്കെ, മോൾക്കറിയാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ശ്രുതിയെ വിളിക്കുകയാണ്. പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ശ്രുതി പെട്ട് നിൽക്കും, എന്ത് ചെയ്യണം. പെട്ടെന്ന് ശ്രുതിക്ക് ആകെപ്പാടെ പേടിയായി. താൻ ചെന്ന് കഴിഞ്ഞിട്ട് തന്റെ കള്ളത്തരം പിടിക്കപ്പെടുമോ എന്നൊരു പേടി. ശ്രുതി ഒരു നാടകം കളിക്കാൻ തന്നെ തീരുമാനിച്ചു. പെട്ടെന്ന് അവിടെ നിന്ന് കോട്ടൺ എടുത്ത് വായിക്കകത്തേക്ക് വെക്കുവാണ്, ഒരു കവളത്തേക്ക്. പിന്നീട് എന്ത് ചെയ്തു, കണ്ണൊക്കെ ഒന്ന് ചുമന്ന് കലങ്ങാൻ വേണ്ടിയിട്ട് കണ്ണിനകത്തൊക്കെ ഇച്ചിരി ഭാമയ്ക്ക് എടുത്ത് വെച്ച് കരഞ്ഞതുപോലെ ആക്കി കണ്ണൊക്കെ വെച്ചു. പുറത്തേക്ക് ഇറങ്ങി വന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചന്ദ്രമതി, ചെന്താമളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പല്ലുവേനയാന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പൊ നീരുള്ളതുപോലെ ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ പഞ്ഞു വെച്ചേക്കുന്നത് വീർത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അതാകുമ്പോൾ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണല്ലോ, ഇവര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലൊന്നും പറയണ്ടല്ലോ. പക്ഷെ ശ്രുതിയുടെ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്കും രേവതിക്ക് സംശയം തോന്നുന്നുണ്ട്. അപ്പം വീട് എവിടെയാ, അച്ഛന്റെ പേരെവിടെയാന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. ശ്രുതിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിക്കും അപ്പൊ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ ശ്രുതിക്ക് അധികം നാളിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. മലേഷ്യയിലുള്ള ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയാൻ പോകും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.